പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടറാണ് അവരുടെ എൻടൈറ്റിൽമെന്റ് എന്നുള്ളത്. എനിക്ക് ഭയങ്കര അവകാശങ്ങളാണ്, ഞാൻ എല്ലാം അർഹിക്കുന്നതാണ്, ഞാൻ എന്താ പറയുക, നീ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ അർഹതയാണത്. പക്ഷേ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അത്രയും ചെയ്യുന്നില്ലേ, അത് വലിയൊരു കാര്യമല്ലേ എന്നൊക്കെ രീതിയിലുള്ള സംസാര രീതികൾ പലപ്പോഴും പ്രശ്നങ്ങൾ വഷളാവുന്നതിലേക്ക് വലിയൊരു റീസണായിട്ട് മാറാറുണ്ട്. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ, ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ എത്രയൊക്കെ ഫൈറ്റ് ചെയ്താലും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാലും ഒരു ക്ലാരിറ്റി അതിൽ കിട്ടണമെന്നില്ല. പലപ്പോഴും അതിൻ്റെ റീസൺ ആ ഒരു എൻടൈറ്റിൽമെന്റ് എന്നുള്ള ഫാക്ടറാണ്. എൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ മുൻപിലുള്ള വ്യക്തിയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ കടമകൾ എന്താണ്, മുൻപിലുള്ള ഒരു വ്യക്തിയുടെ കടമകൾ എന്തൊക്കെയാണ്, ഇതിനെ ഞാൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ള രീതിയിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ വളരെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മിഥ്യാധാരണകളിൽ ഊന്നിയിട്ടുള്ള വളരെയധികം എന്താ പറയുക ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ആ ഒരു എൻടൈറ്റിൽമെന്റിലേക്ക്, അവരുടെ വളരെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു അവകാശബോധത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തെല്ലാമാണ് എന്നുള്ളത്. ഈ 3 ഫാക്ടേഴ്സും പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ ഈ ഒരു ട്വിസ്റ്റഡ് മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതുമാത്രമല്ല, ഈ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതും അതിനെ നമ്മൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത് എന്നുള്ളതും ചെറുപ്പത്തിലെ എന്തെല്ലാം ഫാക്ടേഴ്സ് ആയിരിക്കാം അതിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതുമെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ ഒരു വീഡിയോ കാണാനായിട്ട് മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. എല്ലാവർക്കും ബോധിയിലേക്ക് സ്വാഗതം. പൊതുവിൽ നമ്മൾ അബ്യൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ കേൾക്കുന്ന പല കാര്യങ്ങളുമാണ്. ഇതൊക്കെ അത്ര വലിയ ആനക്കാരിയാണോ, ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ, അതിപ്പോൾ സാധാരണ രീതിയിൽ പറഞ്ഞതായിരിക്കും, അതിന് ആ ഒരു ലെവലിൽ എടുത്താൽ പോരെ, എന്തിനാണ് അതിനത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത് എന്നുള്ള രീതിയിൽ. ഈ ഒരു രീതിയിൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെ നമ്മളുടെ കൾച്ചറിൽ ആ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള കമ്പോണൻസിൻ്റെ അറിവില്ലായ്മ എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അതുമാത്രമല്ല, എങ്ങനെ ആ റിലേഷൻഷിപ്സിലേക്ക് വരുമ്പോൾ എംപതിയോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതിനെപ്പറ്റി യാതൊരു അവയർനെസ്സും അവിടെ ഇല്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് മാറാറുണ്ട്. ആ ഒരു കാര്യത്തിലേക്ക് ഈ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള കമ്പോണൻസിനെ പറ്റിയിട്ടുള്ള, ഇമോഷണലി അബ്യൂസീവ് ആയിട്ടുള്ള കമ്പോണൻസിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ബോധി ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പൊതുവിൽ തന്നെ നമ്മൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും കോറിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് വരുന്ന കമ്പോണൻറ്റുകളിൽ ഒന്നാണ് അവരുടെ എൻടൈറ്റിൽമെൻ്റ് എന്നുള്ളത്. എൻടൈറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവകാശങ്ങളുണ്ട്, ഇതെല്ലാം എൻ്റെ അവകാശമാണ് എന്നുള്ള ഒരു മിഥ്യാബോധമാണ്. അതായത് റിയലിസ്റ്റിക് അല്ലാത്ത രീതിയിൽ ഇതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളൊരു ബോധവും, എന്നാൽ അതിനനുസൃതമായിട്ട് എനിക്ക് പിന്നെ കടമകളൊന്നുമില്ല, ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടീസാണ്, ഞാനിതൊക്കെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് എന്നുള്ളൊരു അവബോധമില്ലാതെ എനിക്ക് അവകാശങ്ങളാണുള്ളത്, എന്നിട്ട് ഞാനിത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഞാൻ അത്ര ഗ്രേറ്റ് ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു മനോഭാവമാണ് അതിന് പിന്നിൽ. ഈ ഒരു എൻടൈറ്റിൽമെൻറ്റിനെ എന്തുകൊണ്ടാണ് നമ്മൾ അതിലെ കോറിലുള്ള പ്രശ്നങ്ങളിലൊന്നായി നമ്മൾ കണക്കാക്കുന്നത്? കാരണം പലപ്പോഴും നമുക്ക് അവരുമായിട്ട് ഇടപെടുമ്പോൾ, നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുമായിട്ട് ഇടപെടുന്ന സമയത്തും അതിൽ മുൻപിലേക്ക് ഇൻട്രാക്ഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനും ഏറ്റവും തടസ്സമായിട്ട് നിൽക്കുന്ന ഫാക്ടറാണ് ഈ ഒരു എൻടൈറ്റിൽമെൻറ്റ് എന്നുള്ളത്. അവിടെ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനിതിനൊന്നും ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്നുള്ള ഒരു എൻടൈറ്റിൽമെൻറ്റും ആ ഒരു ആറ്റിറ്റ്യൂഡും തന്നെ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നയിക്കാനും ഉണ്ട്. ഈ ഒരു എൻടൈറ്റിൽമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രധാനമായിട്ടും വരുന്ന ചില കമ്പോണൻറ്റുകളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ കമ്പോണൻ്റാണ് അവനവന് കൊടുക്കുന്ന മൂല്യം എത്രയാണ് എന്നുള്ളത്. അതായത് ആ ഒരു എൻടൈറ്റിൽമെൻറ്റിലേക്ക് നയിക്കുന്ന ആദ്യത്തെ ഫാക്ടറാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ സ്വയമേ തന്നെ എങ്ങനെയാണ് അവർ വിലയിരുത്തുന്നത് എന്നുള്ളത്. അതായത് ഇതെല്ലാം എൻ്റെ അവകാശങ്ങളാണ്, എനിക്ക് കടമകളില്ല, എനിക്ക് അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള അവരുടെ മനോഭാവത്തിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും ആദ്യത്തെ ഫാക്ടർ
ആ ഒരു സെൽഫ് വർത്താണ്. അവർക്ക് എത്രമാത്രം താൻ അമൂല്യമായിട്ടുള്ള അല്ലെങ്കിൽ താൻ എത്രമാത്രം മൂല്യവത്തായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അവരുടെ ഒരു അവബോധമാണ് സെൽഫ് വർത്ത് എന്ന് പറയുന്നത്. അവരുടെ ഒരു സെൽഫ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ അവനെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത്രമാത്രം മൂല്യമുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നൊരു ആളാണ്, ഞാൻ ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ചെയ്ത് തരേണ്ടതായിട്ടുള്ളത് ഞാൻ അതുപോലെയുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ടാണ്. അങ്ങനെ അവനവന് നൽകുന്ന ആ ഒരു സെൽഫ് ഇമ്പോർട്ടൻസും എത്രമാത്രം വെർത്ത് എന്നുള്ളതുമാണ്. ആ വെർത്ത് എന്നുള്ള വാക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം സെൽഫ് വെർത്ത് എന്ന് പറയുമ്പോൾ അവനവന് എത്രമാത്രം മൂല്യമുള്ളതായിട്ട് അവനവൻ സ്വയം കണക്കാക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സെൽഫ് വെർത്ത് എന്ന് പറയുന്നത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളിൽ വളരെ കൂടുതലായിരിക്കും. അവർ സ്വയമേ തന്നെ വിലയിരുത്തുന്നത് ഞങ്ങൾ വളരെ വേർത്തി ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ള രീതിയിലാണ്. എവിടെ നിന്നാണ് അവർക്ക് ആ ഒരു സെൽഫ് വെർത്ത് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫിലെ പല പ്രശ്നങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ലൈഫിൽ മുന്നോട്ട് വന്നപ്പോഴും അവർ പഠിച്ചെടുത്തതാണ് ആ ഒരു കാര്യം. കാരണം സ്വാഭാവികമായിട്ടും എല്ലാവരും അവരെ എനേബിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ വന്ന സമയത്ത് അവരതിനെ നേരിട്ടിട്ടുള്ളത് ഈ ഒരു ഇൻക്രീസ്ഡ് സെൽഫ് വർത്ത് എന്നുള്ള ഒരു കാര്യത്തിലൂടെ ആയിരിക്കും. ഉദാഹരണത്തിന് വളരെ പ്രശ്നങ്ങളൊക്കെ ഇതിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ്. ഈ വ്യക്തിക്ക് എന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലികൾ കിട്ടി, വളരെ നല്ലതായിട്ട് മുന്നോട്ട് വരാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ ഒരു നോർമലായിട്ടുള്ളൊരു സെൽഫ് വർത്തുള്ള ആൾക്കാരാണെങ്കിൽ അതിനെ ഉള്ളിലേക്ക് എടുക്കുന്നത് ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലൊന്നും ആയിരിക്കില്ല. പക്ഷേ അത് ഒരു നോർമൽ എന്നുള്ള രീതിയിൽ അത് എൻ്റെ ഒരു ജോലിയുടെ ഭാഗമാണെന്നുള്ള രീതിയിലായിരിക്കും. നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ പക്ഷേ അതെൻ്റെ കഴിവ് കൊണ്ടാണ്, അത് ഞാൻ ഭയങ്കര സംഭവമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കണ്ട് എത്ര നല്ലതായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർ കൊടുക്കുന്ന വാല്യൂ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതെല്ലാം വളരെ പ്രത്യേകതയോടുകൂടി ചെയ്യുന്ന ഒരാളാണെന്നുള്ളൊരു അവബോധം വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു സെൽഫ് വർത്ത് എന്നുള്ളതാണ്, എത്രമാത്രം അവനവനെ തന്നെ മൂല്യവത്തുള്ളവരായിട്ട് അവർ കണക്കാക്കുന്നു എന്നുള്ളതാണ് ആ ഒരു സെൽഫ് വർത്ത് എന്നുള്ളത്. ഈ ഒരു സെൽഫ് വർത്ത് എന്നുള്ളതാണ് അമിതമായിട്ടുള്ള ഈ ഒരു അവകാശബോധത്തിലേക്ക് അവരെ നയിക്കുന്ന ആദ്യത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് തനിക്ക് കടമകളില്ല എന്നുള്ളൊരു മനോഭാവമാണ്. അതായത് ഞാനിതൊന്നും ചെയ്യേണ്ട ഒരാളെ അല്ല, ഇതൊന്നും എൻ്റെ കടമകളിൽ വരുന്നൊരു കാര്യമേ അല്ല എന്നുള്ളൊരു മനോഭാവമാണ്. കടമകളെ പറ്റിയിട്ടുള്ള അവർക്ക് യാതൊരു നിശേഷവുമായിട്ടും ഇല്ലാത്തൊരു മനോഭാവം എന്നുള്ളത്. ആ ഒരു എൻടൈറ്റിൽമെൻറ്റിനെ പറ്റി പറയുമ്പോൾ തന്നെ കാണുന്നൊരു കാര്യമാണ്, എനിക്ക് എല്ലാവരും ഇങ്ങോട്ട് സ്പെഷ്യലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തരേണ്ടതാണ്, കാരണം ഞാൻ അത് അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഞാൻ മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും എൻ്റെ ഭയങ്കര ഞാൻ അത്രയും മഹാമനസ്സുള്ള ഒരു ആളായതുകൊണ്ടാണ്. അവിടെയും മറ്റൊരാൾ അതെത്രമാത്രം ആ മറ്റൊരാൾക്ക് കൊടുക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ് എന്നുള്ളൊരു അവബോധം അവിടെ ഉണ്ടാവില്ല. സോ ആ കടമ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ആ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ കടമ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? അത് സ്വാഭാവികമായിട്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് വേണ്ടുന്ന കാര്യങ്ങളാണ് അല്ലേ. അല്ലാതെ നമ്മളൊരു ഔദാര്യമായിട്ടോ അല്ലെങ്കിൽ ഞാൻ വലിയൊരു മഹാമനസ്സുള്ള ഒരാളായിട്ടോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര നീതിമാനായതുകൊണ്ടോ ഞാൻ ഭയങ്കര ഒരു ദാനശീലനായതുകൊണ്ടോ ഒരു നന്മമരമായതുകൊണ്ടോ ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ല അവനവൻ്റെ കടമകൾ. അവനവൻ്റെ കടമകളെന്ന് പറയുന്നത് വളരെ നോർമലായിട്ട് ഒരു റുട്ടീനായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതെല്ലാവരും ചെയ്യുന്നതാണ്, ചെയ്യേണ്ടതാണ്. അതിന് പ്രത്യേകിച്ചൊരു എന്താ പറയുക ഒരു അവാർഡൊന്നും ആരും അർഹിക്കുന്നില്ല അല്ലേ. അതാണ് കടമകളെന്ന് പറയുമ്പോൾ. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു പൊതുസ്ഥലത്ത് പോയ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ കഴിച്ച അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകളുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബിന്നിൽ നമ്മൾ നിക്ഷേപിക്കുന്നു. ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമ്മുടെ കടമയാണ് അല്ലേ. നമ്മളത് ഇട്ടു എന്നുള്ളതിന് ആരും നമുക്ക് കയ്യടി തരുമോ നമുക്ക് പൊന്നാട അണിയിക്കേണ്ട കാര്യമില്ല. കാരണം അത് നമ്മുടെ കടമയാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലം ശുചിയായിട്ട് സൂക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു പൊതുസ്ഥലമാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വേസ്റ്റ് ആണെങ്കിൽ അത് നമ്മൾ കളയുക, അത് ശരിയായിട്ടുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ് അല്ലേ. അതിനിപ്പോൾ നമ്മൾ ഞാൻ ഭയങ്കര സംഭവമായതുകൊണ്ട് ഞാൻ ഈ വേസ്റ്റിലിടുന്നു എന്ന് നമ്മൾ പറയില്ല. അതേപോലെ തന്നെ ഇപ്പോൾ അതേപോലെ വരുന്നൊരു കടമയാണ് നമ്മൾ നിൽക്കുന്ന വീടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമ്മുടേതായിട്ടുള്ള ജോലികളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക, നമ്മളത് ചെയ്യുക എന്നുള്ളത്. ഉദാഹരണത്തിന് എൻ്റെ റൂം ഞാൻ ക്ലീൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു നോർമൽ കാര്യമാണ് അല്ലേ. എല്ലാ ദിവസവും എല്ലാവരും ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്താ പറയുക എൻ്റെ സ്വന്തം ഡ്രസ്സ് ഞാൻ വാഷ് ചെയ്യുന്നു, അത് ആരും അയ്യോ എത്ര സൂപ്പറായിട്ടാണ് നീ ചെയ്യുന്നത് എന്ന് പറയേണ്ട കാര്യമില്ല.
കാരണം അതെൻ്റെ കടമയാണ്. നർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടമകളുണ്ട് എന്നുള്ള അവബോധം വളരെ കുറവാണ്. അവരുടെ എൻടൈറ്റിൽമെൻറ്റിലേക്ക് നയിക്കുന്ന രണ്ടാമത്തെ ഫാക്ടർ അതാണ് അല്ലേ. അവർക്ക് എനിക്ക് ഇതൊക്കെ എൻ്റെ കടമയാണ് എന്നുള്ളൊരു അവയർനെസ് അവർക്ക് ഒട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനെല്ലാം അവരൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ബഹുമതി അർഹിക്കുന്നുണ്ട് എന്നുള്ളൊരു മനോഭാവമാണ്. ഉദാഹരണത്തിന് നർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസ് പറയുന്ന വലിയൊരു കാര്യമാണ്, ഓ ഞാൻ നിന്നെ ഇത്രയും വളർത്തിയില്ലേ, ഞാൻ നിന്നെ പഠിപ്പിച്ചില്ലേ, ഞാൻ നിന്നെ അന്ന് നീ ഉണ്ടായ സമയത്ത് നിന്നെ ഞാൻ ഇത്രയൊന്നും കഷ്ടപ്പെടുത്തിയില്ലല്ലോ, നിനക്ക് ഞാൻ വേണ്ടുന്ന വിദ്യാഭ്യാസം തന്നു, ഭക്ഷണം തന്നു, ഡ്രസ്സ് തന്നു, ഇന്ന് ദേ നിനക്ക് വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് എന്നിട്ട് നീ എന്നോട് ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് എന്നുള്ള ഒരു മനോഭാവം നർസിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ പാരൻസിനും ഉണ്ട്. അവിടെ പ്രകടമായിട്ട് തന്നെ നമുക്ക് കാണുന്ന ആ ഒരു എൻടൈറ്റിൽമെൻറ്റിൻ്റെ, ഞാൻ കണ്ടില്ലേ, ഞാനാണ് നിനക്ക് ഇതെല്ലാം ചെയ്തു തന്നത്, എന്നിട്ട് നീ എനിക്ക് എന്താ ചെയ്യുന്നത് എന്നുള്ള ഒരു കമൻ്റ് അവർ പറയുന്ന സമയത്ത് വളരെ ബേസിക്കായിട്ട് ഒരു കുഞ്ഞിനെ വളർത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഏതൊരു പാരൻറ്റിൻ്റെയും കടമയാണല്ലേ. അതായത് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വേണ്ടുന്നതായിട്ടുള്ള ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് ഒരു പാരൻറ്റിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അവരുടെ കടമകളാണ്. അല്ലാതെ അത് അവർക്ക് ഈ പറഞ്ഞ പോലെ പൊന്നാട അണിയിക്കേണ്ടതായിട്ടുള്ളതോ അവർക്കൊരു ബഹുമതി കൊടുക്കേണ്ടതായിട്ടുള്ളതോ ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് ബേസിക് ആയിട്ടുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഉദാഹരണത്തിന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നേരത്തിന് ആഹാരം കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം, അവർക്ക് വേണ്ടുന്ന സുരക്ഷിതത്വം, അവർക്ക് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തുക എന്നുള്ളതും അവരുടെ സ്കിൽസ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും അതിനായിട്ടുള്ള അവസരങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളതും ഹയർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അവർക്ക് സപ്പോർട്ട് ചെയ്യുക, അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു പാരൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസാണ്. ഈ ഒരു ബേസിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ കടമയാണ്, എൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഒരു കാര്യം ചെയ്യുന്നത് ഒരിക്കലും എനിക്ക് കണ്ടോ ഞാനിതൊക്കെ ചെയ്യുന്ന വലിയൊരാളാണ് എന്ന് പറയാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഒരാളും എനിക്ക് അവാർഡൊന്നും കൊണ്ടുതരില്ല അല്ലേ. ഞാൻ ആസ് എ പാരൻ്റ് എൻ്റെ കടമകൾ ചെയ്യുന്നു എന്നുള്ളത് യു ആർ സപ്പോസ് ടു ഡൂ ദാറ്റ്, റൈറ്റ്. അല്ലാതെ അതിനിപ്പോൾ നമുക്ക് ആരും ഒരു അവാർഡോ പൊന്നാടോ ഒന്നും അണിയിക്കാൻ പോകുന്നില്ല. പക്ഷെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു കടമാബോധം വളരെ കുറവാണ്, അല്ലെങ്കിൽ അവർക്കതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്, എനിക്കിതിനൊക്കെ തിരിച്ച് റിട്ടേൺസ് കിട്ടേണ്ടതാണ്. ഈ ഒരു ഫാക്ടറിലാണ് അവരുടെ ആ ഒരു ട്രാൻസാക്ഷനാലിറ്റി എന്നുള്ളത് കയറി വരുന്നത്. നർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും വളരെ ട്രാൻസാക്ഷണലാണ് എന്ന് പറയുമ്പോൾ ഞാൻ നിനക്ക് 10 രൂപ തരുന്നു, പകരം നീ എനിക്കിത് എന്ത് തരും, ഞാൻ നിനക്ക് ഈ ഒരു കാര്യം ചെയ്തു തന്നു, പകരം നീ എനിക്കിത് എന്ത് തരും, ഇപ്പം ഞാൻ ഇങ്ങനൊരു കാര്യം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചെനിക്ക് എന്ത് കിട്ടും എന്നുള്ളൊരു ട്രാൻസാക്ഷനാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ബേസിക്കായിട്ട് ഈ കടമകളൊന്നും പക്ഷേ ട്രാൻസാക്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഉദാഹരണത്തിന് ഞാനിപ്പോൾ കുറച്ച് വേസ്റ്റ് എടുത്തിട്ട് ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന വീട് ഞാൻ ക്ലീൻ ചെയ്തു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആസ് എ പ്രൊഫഷണൽ എൻ്റെ പ്രൊഫഷൻ അനുസരിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ ചെയ്തു എന്നുണ്ടെങ്കിൽ ഇതൊന്നും എനിക്ക് തിരിച്ച് ഒരുപാട് അംഗീകാരം കൊണ്ടുത്തരേണ്ടുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ തിരിച്ച് ഞാനിതൊക്കെ ചെയ്യേണ്ടത് തിരിച്ച് എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിച്ചിട്ടല്ല. കാരണം ബേസിക് ആയിട്ടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റീസാണ്, നമ്മുടെ കടമകളാണ്. നർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ട്രാൻസാക്ഷണൽ ആയതുകൊണ്ട് തന്നെ കടമകളില്ല അവർക്ക്. ഞാൻ ഈ ചെയ്യുന്നത് ഒരു ട്രാൻസാക്ഷനാണ്, പകരം എനിക്ക് എന്ത് കിട്ടും എന്നുള്ളൊരു ചോദ്യം അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കടമകൾ എന്നുള്ളതില്ല. അതായത് യു ആർ സപ്പോസ് ടു ഡൂ ദാറ്റ് എന്നുള്ളൊരു സംഭവം അവരുടെ നിഘണ്ടുവിലേ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു വഴക്കൊക്കെ വരുമ്പോൾ നർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ പറയുന്ന ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള വാക്കാണ് ഞാനിതൊക്കെ ചെയ്തില്ലേ, ഞാനിതൊക്കെ ചെയ്തത് പിന്നെ എന്തിനാണ്, ഞാൻ ഇന്നതൊക്കെ ഞാൻ ചെയ്തു തന്നതാണല്ലോ എന്ന്. പലപ്പോഴും അവരങ്ങനെ ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോൾ ഞാനത് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല, ടു ബിഗിൻ വിത്ത് ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളൊരു മനോഭാവമാണ് അവരുടെ ഉള്ളിൽ അല്ലേ. അതായത് ഇതൊന്നും എൻ്റെ കടമകളല്ല, ഐ ആം നോട്ട് സപ്പോസ് ടു ഡൂ ദാറ്റ്, ഇതൊന്നും എൻ്റെ ഡ്യൂട്ടീസ് എന്നുള്ള ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളേ അല്ല, എന്നിട്ടും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഡിസേർവ് ടു ബി ട്രീറ്റഡ് സ്പെഷ്യലി, അല്ലെങ്കിൽ ഞാൻ അതിനൊരു സ്പെഷ്യലായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഞാൻ ഇതൊന്നും എൻ്റെ ചെയ്യേണ്ടുന്ന ലിസ്റ്റിലല്ല എന്നുള്ളതാണ് ആ ഒരു അവകാശബോധത്തിൻ്റെ ആ ഒരു എൻടൈറ്റിൽമെൻറ്റിലേക്ക് നയിക്കുന്ന രണ്ടാമത്തെ ഫാക്ടർ. മൂന്നാമതായിട്ട് അവരുടെ ആ ഒരു എൻടൈറ്റിൽമെൻ്റ് എന്നുള്ള ആ ഒരു അമിതമായിട്ടുള്ള അവകാശബോധം എന്നുള്ളതിലേക്ക് നയിക്കുന്ന മൂന്നാമത്തെ ഫാക്ടറാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതായത് ഞാൻ എന്ത് ഡിസേർവ് ചെയ്യുന്നു, നീ എന്ത് ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളത്.
എന്താണ് ഡിസേർവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹിക്കുന്നത് എന്താണ്, അല്ലേ? നമ്മൾ ഫസ്റ്റ് പോയിൻ്റായിട്ട് പറഞ്ഞതുപോലെ ഞാൻ വളരെ മൂല്യവത്തായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ, എനിക്ക് വളരെ സെൽഫ് വർത്ത് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അർഹിക്കുന്നുണ്ട് എന്നുള്ളൊരു മനോഭാവം അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇവിടെ മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഞാൻ വളരെ മൂല്യവത്തുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം ഡിസേർവ് ചെയ്യുന്നുണ്ട്, പക്ഷേ നീ അത് ഡിസേർവ് ചെയ്യുന്നില്ല. എൻ്റെ മുൻപിലുള്ള ഈ ഒരു വ്യക്തി അത് അർഹിക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ നീ ചെയ്യേണ്ടുന്നത്, അതായത് നിനക്ക് ഞാൻ ചെയ്തു തരുന്നത് നിൻ്റെ അർഹിക്കുന്ന കാര്യങ്ങളല്ല. സോ അർഹത എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. എന്താണ് അർഹത? അതായത് നമ്മൾ ഒരു വ്യക്തി അർഹിക്കുന്നത് അയാളുടെ ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾ, അയാൾ അർഹിക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ? ഒരു വ്യക്തിയുടെ ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ അവകാശപ്പെടുന്നത്? അതായത് നമ്മളൊരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള പല അവകാശങ്ങളുണ്ട്, കടമകളുണ്ട്. കടമകളെ പറ്റി നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അർഹിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് സുരക്ഷിതത്വം എന്നുള്ളത് നമ്മൾ അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ റെസ്പെക്റ്റോട് കൂടി ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അർഹിക്കുന്ന ഒരു കാര്യമാണ്. ബേസിക് ആയിട്ട് നമ്മൾ അർഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ ബേസിക് ആയിട്ട് ഒരു സുരക്ഷിതത്വം നമ്മൾ അർഹിക്കുന്നുണ്ട്, അല്ലേ? അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ മിനിമം ഒരു റെസ്പെക്റ്റും ഡിഗ്നിറ്റിയും നമ്മൾ അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ രീതിയിൽ നമ്മൾ അർഹിക്കുന്ന പല കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു ഒരു മര്യാദയുടെ അല്ലെങ്കിൽ മിനിമം ലെവൽ ഓഫ് ഇതാണല്ലേ. പക്ഷേ ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളിലേക്ക് വരുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് അവിടെ അർഹതകളില്ല. ശരിക്കും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ കണക്കാക്കുമ്പോൾ, ലോകത്തിനെ കണക്കാക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവനവന് മാത്രമാണ് അർഹതയുള്ളത്. അതുകൊണ്ട് തന്നെ മുൻപിലുള്ള ഒരു വ്യക്തിക്ക് അർഹതകളുണ്ട്, അവകാശങ്ങളുണ്ട് എന്നുള്ളൊരു അവബോധം അവർക്ക് തീരെയില്ല. അതുകൊണ്ട് തന്നെ മുൻപിലുള്ള ഒരു വ്യക്തി എന്താണ് അർഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നമ്മുടെ കടമകൾ അയാൾ അർഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഉദാഹരണത്തിന് ഒരു കുട്ടിയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അർഹത എന്താണ്? ബേസിക്കായിട്ട് ആ കുട്ടിയുടെ അവകാശം എന്താണ്? പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് റെസ്പെക്റ്റോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കുക. എംപതി എന്നുള്ളത് ഈ കുട്ടി അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇമോഷണൽ സെക്യൂരിറ്റി എന്നുള്ളത് അർഹിക്കുന്ന ഒരു കാര്യമാണ്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സേഫ്റ്റി എന്നുള്ളത് അർഹിക്കുന്നതാണ്. ബേസിക് ആയിട്ടുള്ള ലൈഫിൽ വേണ്ടുന്ന എല്ലാ അമ്യൂണിറ്റീസും ആ കുട്ടി അർഹിക്കുന്ന കാര്യമാണ്, അല്ലേ? ആ ഒരു കാര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുടെ ഒരു ഭയങ്കര സംഭവം ആയതുകൊണ്ടല്ല, ആ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ വ്യക്തി അർഹിക്കുന്നത് കൊണ്ടാണ്, അല്ലേ? ഉദാഹരണത്തിന് നമ്മൾ വേറൊരാളെ മുന്നിൽ കാണുമ്പോൾ കൈൻഡ്നെസ്സോട് കൂടിയിട്ടും റെസ്പെക്റ്റോട് കൂടിയിട്ടും ആ വ്യക്തിയെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ആ വ്യക്തി അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളത് കൊടുക്കുന്നു എന്നുള്ളത് ബേസിക്കലി നമ്മൾ വലിയ ആളായതുകൊണ്ടല്ല, നോർമലി നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? എഗെയിൻ ഇതൊന്നും പൊന്നാട അണിയിക്കേണ്ടുന്ന കാര്യങ്ങളല്ല. നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുൻപിലുള്ള ഒരു വ്യക്തി എന്തർഹിക്കുന്നു എന്നുള്ളത് അവരുടെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള വേൾഡ് വ്യൂ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലൊരു ഹൈറാർക്കി ഉണ്ട്. എന്താണ് ആ ഹൈറാർക്കി? തന്നെക്കാളും മുകളിൽ അവർ വാലിഡേഷൻ ആരിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു, അതായത് അവർ മുൻപിലുള്ള ഒരാളിൽ നിന്ന് കിട്ടുന്ന വാലിഡേഷൻ എത്രമാത്രം പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കുന്നു, അവരൊക്കെ ആ ഒരു ഹൈറാർക്കിയിൽ അവരെക്കാളും മുകളിലുള്ള ആൾക്കാരാണ്. ഉദാഹരണത്തിന് സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആൾക്കാരായിരിക്കാം, കുടുംബത്തിൽ തന്നെ അവർ വാലിഡേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം. ചില സമയത്ത് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളിൽ നിന്ന് ചെറിയൊരു നല്ല വാക്ക് കിട്ടുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക്. കാരണം അവർ ആ വാലിഡേഷൻ എത്രമാത്രം മൂല്യം കണക്കാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിൽ അവരുടെ ഒരു ഹൈറാർക്കി ഉണ്ടല്ലേ. ഈ ഹൈറാർക്കിയിൽ അവർ നിൽക്കുന്നതിന് മുകളിൽ അവർ കണക്കാക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ഈ വാലിഡേഷൻ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ മുകളിലുള്ള ആളുകൾക്ക് വേണ്ടി അവരർഹിക്കുന്നതിൽ മുകളിലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അവർ ആ കണക്കാക്കുന്നത് അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇവരെന്നെ ട്രാൻസാക്ഷനാലിറ്റി എന്നുള്ള കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പോൾ, നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ ട്രാൻസാക്ഷണലാണ് എന്ന് പറയുമ്പോൾ ആ കണ്ണിലൂടെ നോക്കുമ്പോൾ അവരെനിക്ക് ഇതുവഴി നല്ല കാര്യങ്ങൾ ചെയ്തു തരികയാണെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അവർ അത് അർഹിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ഹൈറാർക്കി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ താഴെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലോ അവരുടെ മനസ്സിൽ എന്നെക്കാളും താഴെ നിൽക്കുന്ന ആൾക്കാർ, ആ താഴെ നിൽക്കുക എന്നുള്ളത് എന്തിൻ്റെ അടിസ്ഥാനമാണ്? ഓരോരുത്തരിലും വ്യത്യാസപ്പെടാം. അത് അവരുടെ ഇൻഡിവിജ്വൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാരണം വ്യത്യാസപ്പെടാം, അവരുടെ ജെൻഡർ മൂലം വ്യത്യാസപ്പെടാം, സാമൂഹികമായിട്ടുള്ള റീസൺസ് കൊണ്ട് വ്യത്യാസപ്പെടാം. ആ ഒരു ഹൈറാർക്കിയിൽ
അവനവനേക്കാളും താഴെയായിട്ട് കണക്കാക്കുന്ന ആളുകൾക്ക് എത്രമാത്രം അവർ അർഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം. അങ്ങനെ അർഹിക്കപ്പെടാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് റിട്ടേൺസും അർഹിക്കുന്നുണ്ട് അല്ലേ. ആ ട്രാൻസാക്ഷനാലിറ്റി എന്നുള്ള കണ്ണിലൂടെ നോക്കുമ്പോൾ ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, അതെനിക്ക് കിട്ടേണ്ടതാണ്. ഇതാണ് പലപ്പോഴും ആ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ അമിതമായിട്ടുള്ള അവകാശബോധത്തിനും എൻടൈറ്റിൽമെൻറ്റിനും റീസണായിട്ട് വരുന്നത്. ഉദാഹരണത്തിന് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് എടുത്തു നോക്കാം. ഈ വ്യക്തിയെ ആ ഒരു മനസ്സിലുള്ള ഒരു ഹൈറാർക്കിയിൽ ഈ വ്യക്തിയെക്കാളും മുകളിൽ നിൽക്കുന്നതായിട്ട് ഈ വ്യക്തി കണക്കാക്കുന്ന ഒരാളുണ്ടെന്ന് കരുതാം. ഉദാഹരണത്തിന് അവരുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു ബന്ധുവുണ്ടെന്ന് കരുതാം, അല്ലെങ്കിൽ അവർ പുറമെ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ അവർ പഠിക്കുന്ന സ്ഥലത്തോ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ഉണ്ടെന്ന് കരുതാം. ആ ഒരു വ്യക്തിക്ക് ഇവരെന്തും ചെയ്തു കൊടുക്കും, കാരണം ആ വ്യക്തി അതൊക്കെ അർഹിക്കുന്നുണ്ട് എന്നാണ് അവരുടെ തോന്നൽ. അതുകൊണ്ട് തന്നെ ഇവരെന്തും ചെയ്തു കൊടുക്കും. അവർ എല്ലാ ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തേക്കാം. കാരണം അവരിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന ആ ഒരു നല്ല വാക്കിനോ ഇവർക്ക് കിട്ടുന്ന ആ ട്രാൻസാക്ഷനാലിറ്റി എന്നുള്ള കണ്ണിലൂടെ നോക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അനുമോദനങ്ങൾക്കോ അല്ലെങ്കിൽ നല്ല വാക്കുകൾക്കോ ഇവർ അത്രമാത്രം വാല്യൂ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റവരുടെ അർഹത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ബൗണ്ടറി ഒന്നും ഇല്ല അവിടെ, എങ്ങനെയും ആ എനേബിളിംഗ് എന്നുള്ളത് നടക്കും. എന്നാൽ ആ ഒരു ഹൈറാർക്കിയിൽ ഇവരെക്കാൾ മോശം നിൽക്കുന്നവരായിട്ട് ഇവർ കണക്കാക്കുന്ന ആളുകൾ, ഉദാഹരണത്തിന് അവരുടെ മക്കളാവാം, സ്കേപ്പ് ഗോട്ടഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്പൗസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളായിരിക്കാം. എങ്ങനെയാണെങ്കിലും ആ ഒരു ഹൈറാർക്കിയിൽ അവരെക്കാൾ മോശം നിൽക്കുന്ന ആളുകളാണ് എന്നവൾ വിലയിരുത്തുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി കൽപ്പിച്ചു കൊടുക്കുന്ന അർഹത ഇല്ല, 0 ആണ്. അതായത് ഈ വ്യക്തി ഒന്നും അർഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് എനിക്കും എന്തെങ്കിലും കിട്ടേണ്ടതാണ്. എഗെയിൻ ആ ട്രാൻസാക്ഷനാലിറ്റി അവിടെ വരും അല്ലേ. തിരിച്ച് എനിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലതും എനിക്ക് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്കേപ്പ് ഗോട്ടഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ അവരെ എങ്ങനെ അവർ വിലയിരുത്തുന്നു എന്നുള്ള രീതിയിൽ ആ ഹൈറാർക്കിയിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ച് നർസിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു വ്യക്തി അവിടെ ബേസിക്കായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതെ വരും. ഈ ഒരു ഹൈറാർക്കി ഇവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് അധികം ആർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡബിൾ ഫേസ് എന്നുള്ള രീതിയിൽ പുറമേയുള്ള ആളുകൾ പലപ്പോഴും ഇവർ ഈ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ പുറമേ ഉള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സ്വന്തം കുട്ടികളെ എങ്ങനെയായിരിക്കും അവർ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ പുറമേ ഉള്ളവർക്കൊക്കെ ഇത്രയും കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ഫാമിലിക്കകത്ത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം ഏറ്റവും ക്ലോസറായിട്ട് നിൽക്കുന്ന ആളുകളോട് എങ്ങനെയായിരിക്കും എന്നുള്ളത് സമൂഹം വിലയിരുത്തുന്നത് അതേ ഒരു റെസ്പെക്റ്റോടു കൂടി തന്നെ അവർ ട്രീറ്റ് ചെയ്യും, അതേ ഒരു മൂല്യത്തോടു കൂടി തന്നെ ട്രീറ്റ് ചെയ്യും എന്നാണ് നമ്മൾ പുറമേയുള്ള ആളുകൾ തെറ്റിദ്ധരിക്കുക. പക്ഷേ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഹൈറാർക്കി മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അർഹത, മുൻപിലുള്ളൊരു വ്യക്തി എന്തർഹിക്കുന്നു എന്നുള്ളത് ഈ ഹൈറാർക്കി അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു അർഹതയില്ല എന്നവർക്ക് തോന്നുന്ന ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ കാര്യം വളരെ കഷ്ടമായിരിക്കും. കാരണം ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവിടെ കടമകളല്ല. കാരണം ആ വ്യക്തിക്ക് അതിന് അർഹതയില്ല അല്ലേ. ആ കടമ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ, കാരണം അതിനവിടെ അർഹതയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു ഔദാര്യമാണ്, ഞാൻ തിരിച്ച് റിട്ടേൺസ് എനിക്ക് കിട്ടേണ്ടതുമാണ്. വളരെ ട്വിസ്റ്റഡ് ആയിട്ടുള്ളൊരു ലോജിക്കാണ്. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവാത്ത തരം ഒരു ലോജിക്കാണ് അതിനകത്ത്. അവിടെ പുറമേ നിന്നുള്ള ആളുകളെ നോക്കുമ്പോൾ ഈ ഒരു ഹൈറാർക്കി എന്നുള്ളത് തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ വളരെയധികം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ നോർമലായിട്ടുള്ള പല കോൺവെർസേഷൻസിലും ഈ ഒരു ഹൈറാർക്കി ഉണ്ട് എന്നുള്ള സത്യം പുറത്തു വരാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, ചിലപ്പോൾ നീ പറഞ്ഞാൽ കേൾക്കുമായിരിക്കും എന്ന് പറയുമ്പോൾ എഗെയിൻ ആ ഹൈറാർക്കിയാണ് അവിടെ വരുന്നത് അല്ലേ. ഞാൻ ഹൈറാർക്കിക്ക് താഴെയാണ്. ഹൈറാർക്കി എന്ന് പറയുമ്പോൾ ആ ഒരു 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 നമ്മളൊരു സ്റ്റെയർ കേസ് സങ്കല്പിക്കുകയാണെങ്കിൽ ഈ വ്യക്തി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സ്ഥാനം അതിനേക്കാളൊക്കെ വളരെ മോശമാണ്, അതിനേക്കാളും താഴെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞാൽ കേട്ടേക്കും, കാരണം നിങ്ങൾ ആ ഹൈറാർക്കിയിൽ മുകളിലുള്ളതുകൊണ്ട്. ചിലപ്പോൾ നമ്മൾ ഡോക്ടർമാരോട് പോയി കഴിഞ്ഞാൽ പറയും ഒന്ന് പറഞ്ഞു കൊടുക്കും, ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമായിരിക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ പറയുന്നത് അറിയാതെ തന്നെ ആ ഒരു ഹൈറാർക്കിയെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ എല്ലാ തവണ നമ്മൾ അങ്ങനെ പറയുമ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളെ പറ്റി മാത്രമല്ല അല്ലേ നമ്മൾ പറയാം. ചിലപ്പോൾ നമ്മുടെ കുട്ടികളെ പറ്റി അങ്ങനെ അല്ലാത്തവരോട് പറയും, ഓ ഞാൻ എത്ര പറഞ്ഞു കൊടുത്താലും നീ കേൾക്കില്ല എന്ന് എനിക്കറിയാം. അതിനെ പറ്റിയിട്ടല്ല നമ്മളവിടെ പറയുന്നത്. അതിനാൽ തന്നെ ഈ ഒരു ഹൈറാർക്കിയും ഈ ഒരു എന്താ പറയുക അർഹത എന്താണ്, മുൻപിലുള്ളൊരു വ്യക്തി എന്താണ് അർഹിക്കുന്നത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ മനസ്സിലെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ലോജിക്കാണ് പലപ്പോഴും ഈ പറയുന്ന അമിതമായിട്ടുള്ള ആ ഒരു എൻടൈറ്റിൽമെൻറ്റിന് റീസൺ ആയിട്ട് വരുന്നത്.
ഇങ്ങനെ വരുമ്പോഴാകട്ടെ നമുക്ക് മനസ്സിലാവാതെ വരുന്നത് എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ റൂമിനേറ്റ് ചെയ്യുന്നതിന് നിരന്തരം ഈ ചിന്തിച്ച് നമ്മൾ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണ് എന്നോട് ഇങ്ങനെ, മറ്റുള്ളവരോട് ഇങ്ങനെയാണല്ലോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, എൻ്റെ ഭാഗത്തെ പ്രശ്നം കൊണ്ടാണോ എന്നാണ്. എനിക്ക് അവിടെ പറയാനുള്ളത്, നമ്മളുടെ ഭാഗത്തെ ഒരു കാര്യം കൊണ്ടല്ല നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മനസ്സിലെ ഹൈറാർക്കിയിൽ നമ്മുടെ അർഹത കുറഞ്ഞു പോകുന്നതും നമ്മളോടുള്ള കടമകളല്ലാതായി മാറുന്നതും പുറമേയുള്ള ആളുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ അതിനെ വാല്യൂ ചെയ്യുന്നതും. അത് ഈ വ്യക്തി വളർന്നു വന്നപ്പോൾ ഈ വ്യക്തിയുടെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള മൈൻഡിൽ അങ്ങനെയാണ് കാര്യങ്ങൾ ഫീഡ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഇറ്റ്സ് നോട്ട് അബൌട്ട് യു. അതൊരിക്കലും നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, നമ്മുടെ മിസ്റ്റേക്ക് അല്ല. കാരണം ഈ വ്യക്തി ലോകത്തെ കാണുന്നത് ആ ഒരു കണ്ണിലൂടെയാണ്. ഈ വളരെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള കടമകളും അവകാശങ്ങളെ പറ്റിയിട്ടുള്ള ധാരണകളാണ് പലപ്പോഴും ഈ ഒരു ഇതിന് റീസണായിട്ട് വരുന്നത്. ഈ ഒരു കാര്യത്തിലേക്ക് നയിച്ചിട്ടുള്ള ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കാം? സ്വാഭാവികമായിട്ടും വളർന്നു വന്നപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജസ് ആയിരിക്കാം. പലപ്പോഴും നമ്മളെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഒരു 5 വയസ്സ് മുതൽക്കേ തന്നെ, അല്ലെങ്കിൽ ഒരു 3-4 വയസ്സ് മുതൽക്കേ തന്നെ കുട്ടികൾക്ക് വ്യക്തമായിട്ടുള്ള മെസ്സേജ് കിട്ടുന്നുണ്ട്. എന്താണ് അവരെ അർഹിക്കുന്നത്, എന്താണ് അവരുടെ അവകാശം, എന്താണ് മറ്റുള്ളവരെ അർഹിക്കുന്നത്, എന്താണ് മറ്റുള്ളവരുടെ അവകാശങ്ങൾ എന്താണ് എന്നുള്ളതിനെപ്പറ്റി വളരെ എംപതിയോടുകൂടി ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് എഗെയിൻ ആ ഒരു അഗ്രിയബിൾനെസ് ഉള്ള കുട്ടികളാണെങ്കിൽ, അവർ എംപതി ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആരും പറയാതെ തന്നെ അവർക്ക് അത്തരം കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ഡിസഗ്രിയബിൾ ആയിട്ടുള്ള കുട്ടികളാണ്, സ്റ്റബേൺ ആയിട്ടുള്ള കുട്ടികളാണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെമ്പറമെൻ്റ് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ വളർന്നു വരുന്ന സാഹചര്യം അവരെ വളരെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഡിസഗ്രിയബിൾ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ട് ആ ഒരു ആ ഒരു സെൽഫ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് അവരുടെ പേഴ്സണാലിറ്റിയിൽ വരുന്നൊരു ഫാക്ടറാണ്. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ അവരെ വളരെ എനേബിൾ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ മുന്നിലേക്ക് പോകുമ്പോൾ, വളരെയധികം എനേബിളിംഗ് ആയിട്ടുള്ള സാഹചര്യങ്ങളാണ് അവർക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ മുന്നിലേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് അവരുടെ എൻടൈറ്റിൽഡ് ആയിട്ടുള്ളൊരു പാർട്ടായിരിക്കും. ഇതെല്ലാം എൻ്റെ അർഹതയാണ് എന്ന് വിശ്വസിക്കുന്ന, ഞാനിതെല്ലാം ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന, ഞാൻ അവകാശങ്ങൾ മാത്രമുള്ള ഒരാളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടാണ് അവരുടെ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എൻടൈറ്റിൽമെൻറ്റിൽ ഊന്നിക്കൊണ്ട് മാത്രമേ അവർക്ക് ലോകത്തെ കാണാനും അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള വാദങ്ങളെ വിലയിരുത്താനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്നെ ഇങ്ങനെ ഹേർട്ട് ചെയ്തില്ലേ എന്ന് പറയുമ്പോൾ, നീ എന്തായി പറയുന്നത്, ഞാൻ അത് ചെയ്തു തന്നില്ലേ, ഞാൻ ഇത് ചെയ്തു തന്നില്ലേ, ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും, ഇതൊക്കെ ഇതൊക്കെ അത്ര വലിയ ആനക്കാര്യമാണ്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇതൊക്കെ എല്ലാ ഫാമിലിയിലും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ, നിങ്ങൾ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് എന്ന് പറയുമ്പോൾ അവർ പറയും, നീ എന്നെ ഇൻവാലിഡേറ്റ് ചെയ്യണം, ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും നിന്റെ കണ്ണിലൊന്നുമല്ല, നീ എന്നെ ഇൻവാലിഡേറ്റ് ചെയ്യണം എന്ന് പറയും. കാരണം ഇതൊന്നും അവരുടെ കടമകളല്ലാതിരിക്കെ തന്നെ, ഇതൊന്നും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലാതിരിക്കെ തന്നെ, ഇതിനൊന്നും നിനക്ക് അർഹതയില്ലാതിരിക്കെ തന്നെ ഞാൻ ഇതെല്ലാം നിനക്ക് ചെയ്തു തന്നിട്ടും നിനക്ക് നന്ദിയില്ലാത്തത് എന്താണ് എന്ന് ചോദിക്കുന്നത് ഈ ഒരു എൻടൈറ്റിൽമെൻറ്റിൽ നിന്നുകൊണ്ടാണ്. പക്ഷെ നമുക്കിത് മനസ്സിലാവില്ല. നമ്മൾ രണ്ടുപേരും ഈക്വൽസ് ആണ്, രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള അർഹതകളും പരിഗണനകളുമാണ് എന്നുള്ള സ്പേസിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അവർക്ക് അത് തിരിച്ചറിയാനും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ രണ്ടുപേരും സെയിം പേജിലല്ല നിൽക്കുന്നത്. അവർ വേറെ പേജിലും നമ്മൾ വേറെ പേജിലുമാണ് നിൽക്കുന്നത്. നമ്മൾ തുല്യതയിൽ നിന്നുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. അവർ പക്ഷെ സംസാരിക്കുന്നത്, ഞാൻ ഇതെല്ലാം ഡിസേർവ് ചെയ്യുന്നു, ഇതെല്ലാം എൻ്റെ അവകാശമാണ്, നീ പക്ഷെ ഇതൊന്നും ഡിസേർവ് ചെയ്യുന്നില്ല, ഇതൊന്നും എൻ്റെ കടമകളല്ല, ഇതൊന്നും നിനക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങളുമല്ല എന്നുള്ള പേജിൽ നിന്നായിരിക്കാം സംസാരിക്കുന്നത്. പലപ്പോഴും ഈ ഒരു മനോഭാവം നമ്മൾ തർക്കങ്ങൾ കൂടുന്നതിലേക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിലേക്കും കാരണമാണ്. കാരണം നമ്മൾ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ഇവരുടെ ഈ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് തന്നെ ഇവർക്കത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. ഈ ഒരു കാര്യത്തിലേക്ക് വെളിച്ചം വീശുന്ന രീതിയിൽ അവർക്ക് ഒരിക്കലും ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ സാധിക്കാനും അവിടെ ബുദ്ധിമുട്ടാണ്. കാരണം അവർ കണക്കാക്കുന്നത് ഈ ഒരു രീതിയിലാണ് അല്ലേ. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് കമൻറ്റിൽ രേഖപ്പെടുത്താമോ? ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.